ഈ കഥാപാത്രം വ്യക്തമായ രാഷ്ട്രീയം ഇതിനകത്തുണ്ട് ഈ സിനിമയിൽ. വ്യക്തമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി രാഷ്ട്രീയമുണ്ട്. കാര്യം ഈ നമുക്കറിയാം മറ്റുള്ള എല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതായത് ഈ കണ്ടൽച്ചെടി വെച്ച് പിടിപ്പിച്ചതാണ് ഈ ഏറ്റവും അവസാനം ഈ സിനിമയിൽ ഈ കണ്ടൽച്ചെടി ഈ കൊച്ചുകുട്ടി വെച്ച് പിടിപ്പിക്കുന്ന സ്വപ്നത്തിലാണ് നമ്മുടെ സിനിമ അവസാനിക്കുന്നത്. വലിയ കണ്ടൽക്കാടുകൾ വെച്ച് പിടിപ്പിക്കുന്ന കൊച്ചുകുട്ടികളിലേക്ക് ശരിക്കും അങ്ങനെ ഒരു രാഷ്ട്രീയത്ത് ഉണ്ട്. ഞങ്ങളത് പറഞ്ഞ വളരെ സാറാണ്. അദ്ദേഹത്തിന് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ സമർപ്പിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞങ്ങളുടെ സിനിമയുടെ സംഗീതമാണ് ആ സിനിമയുടെ ബലം എന്ന് പറയുന്നത്. 2 പാട്ട് ഉൾപ്പെടെ അതിന്റെ പശ്ചാത്തല സംഗീതത്തിന് നല്ല അഭിപ്രായം. കാര്യം കുട്ടനാടിന് ഒരു ബുദ്ധ പാരമ്പര്യം ഉണ്ടെന്ന് ഒരു തെളിവ് കാഴ്ചപ്പാടുണ്ട് എന്ന് കാണിച്ച സംഗീതമാണ്. ആ സംഗീതം ചെയ്തത് ജോസി ആലപ്പുഴയാണ്. ഒരുപാട് സിനിമകൾ ചെയ്താണ് അദ്ദേഹമാണ് ആ സംഗീതം ചെയ്തത്. അദ്ദേഹം താമസിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന് 2 വാക്കുകൾ. നമസ്കാരം. അങ്ങനൊരു റെക്കോർഡിങ്ങിലായിരുന്നു. അപ്പൊ അത് കാരണം താമസിച്ച സോറി. ഈ പടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സിനിമ രംഗത്ത്, പക്ഷെ ഞാൻ എൻജോയ് ചെയ്തൊരു പടമാണ്. വെറുതെ പറയുന്നതല്ല. കാരണം ഇത് ഒരു കൊമേഴ്സ്യൽ പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെന്നും പറയാൻ പറ്റത്തില്ല, അല്ലെന്നും പറയാൻ പറ്റില്ല. വളരെ ടച്ചിങ് ആയിട്ടുള്ള കുറെ മുഹൂർത്തങ്ങളും പിന്നെ നമ്മുടെ കുട്ടികൾക്ക് ഒരു മെസ്സേജും ഇനി വരുന്ന തലമുറയ്ക്ക്, അതായത് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മെസ്സേജ് കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക, കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, അവർക്കും ഇതിനകത്തൊരു പങ്കുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാം പിഴിഞ്ഞ് എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുക്കുകയാണ്. അത് സ്കൂളും ഹോസ്പിറ്റലും, അപ്പൊ എല്ലാം കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കണ്ടൽക്കാടുകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് തിരിച്ചുപിടിപ്പിക്കുന്നത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും നല്ലൊരു സിനിമയാണ്. പറഞ്ഞ പോലെ പൂക്കുടിന്റെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. ഈ സിനിമ കേട്ടപ്പോ ഏറ്റവും ആദ്യം ഇത് ചെയ്യാം, എനിക്ക് എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിയ ഒരു എലമെന്റ് എന്തായിരുന്നു? പ്രത്യേകിച്ചില്ല. കാരണം ഞാൻ ഇതിലേക്ക് സെലക്ട് ആയപ്പോ സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ വിചാരിക്കാതെ കിട്ടിയൊരു ഓപ്ഷനില്ല. അപ്പോ ഇത് ചെയ്യാൻ പറ്റുന്നതിന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഒക്കെ അല്ലേ, ഇവരുടെ സപ്പോർട്ട് കാരണമാണ് അത് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഫസ്റ്റ് ഷോട്ട് എടുത്തിട്ട് നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റിയത് കണ്ടപ്പോ പിന്നെ എന്ത് നമുക്ക് ചെയ്യാം സെറ്റ്. ഓക്കെ, ഈ സിനിമയിൽ ഒത്തിരി മെസ്സേജുകൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനോടൊക്കെ എങ്ങനെയാ നമ്മൾ ഇന്ന് സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം? അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു സ്കൂൾ ലൈഫിലേക്ക് ഇപ്പൊ കയറുകയാണ്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് സംസാരിച്ചോ? ഈ സിനിമ എന്ത് സംസാരിക്കുന്നതിനെ കുറിച്ച് കൂട്ടുകാരോടൊക്കെ സംസാരിച്ചോ? അവര് ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതില് പിന്നെ പാട്ട് കണ്ടപ്പോഴൊക്കെ ഭയങ്കര ടച്ചിങ് ഉള്ള സോങ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായം തന്നെ ആയിരുന്നു. ഞങ്ങളുടെയൊക്കെ സ്റ്റോറി ഇതാണ്, നിങ്ങൾക്ക് കണ്ടാലും നിങ്ങൾ മൗനായിട്ട് കാണും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവരെന്തായാലും അറിഞ്ഞിട്ടേ കാണണം എന്നൊക്കെ പറഞ്ഞ് തിരക്കിലാണ്. എല്ലാവർക്കും ഇതിനകത്ത് ആശംസകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെയൊക്കെ നമ്മളിപ്പം കാര്യം ഞങ്ങളിപ്പോൾ ഈ കടയിൽ സാധാരണ ഒരു അവാർഡ് കിട്ടുന്ന ഒരു പടം തിയേറ്ററിലേക്ക് വളരെ അപൂർവമായിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ ഒരു ചേഞ്ചിനുണ്ട് ഇതിനകത്ത്. ഇത്രയും ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നു. ശരിക്കും ഈ സുധീർക്കരമനയ്ക്കോ അല്ലെങ്കിൽ ദിനേശ് മണിക്കർക്കോ അല്ലെങ്കിൽ നിയാസ് ബക്കറിനോ ഒന്നും നമ്മുടെ ഒരു പടത്തിൽ അവർക്ക് അവരുടെ കഥാപാത്രം മനോഹരമായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ. അതിനും അപ്പുറത്തേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത് നമ്മുടെ ഇപ്പൊ തന്നെയാണോ ഈ ഒരു അവാർഡ് കിട്ടിയ പടം തിയേറ്ററിലേക്ക് വരുന്ന തന്നെയാണോ? അത് നമ്മുടെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് ചെയ്തൊരു ഇതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ അവരെയൊക്കെ അറിയിച്ചിരുന്നു. അവരൊക്കെ തിരക്കിലാണ്. അറിയാലോ, ഒരു കൊച്ചു പടങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മത്സരത്തിന്റെ പടങ്ങൾക്ക് ഒരു കൊമേഴ്സ്യൽ വാല്യൂവിന്റെ ഒരു പ്രധാനമുണ്ട്. അസുഖത്തിൽ വേറൊരു കൊമേഴ്സ്യൽ പടം ആണെങ്കിൽ ചിലപ്പോൾ അവരെല്ലാം ഇവിടെ വന്നാൽ അതൊക്കെ സ്വാഭാവികം. ഇത് പടത്തിന്റെ ഒരു പ്രാധാന്യം അനുസരിച്ചിരിക്കും ആൾക്കാർ വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉള്ള പടങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഞാനുൾപ്പെടെ താമസിച്ചു വന്നത് അല്ല, ഇത് പറഞ്ഞത് ഞാൻ വർക്കിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് ടൈമിങ് കീപ്പ് ചെയ്യുന്ന ആളാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളത് മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ വന്നേ. അതൊക്കെ ഇത് കൊമേഴ്സ്യൽ അല്ല, കുറച്ചുകൂടെ ഞങ്ങൾ അതായത് ഒരുപാട് പെയിൻ എടുത്ത് ചെയ്ത ഇതാണ്. കാര്യം ആരും പൈസ മോഹിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് നല്ല രീതിയിൽ വരണം എന്ന ഉദ്ദേശത്തോട് മാത്രം ചെയ്തതാണ്. പക്ഷെ
ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര നല്ല രസമുണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട്, അങ്ങനെ ചെയ്തതാണ്. അതുകൊണ്ടാണ് എല്ലാവരും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഓരോരുത്തർക്കും ഒരാൾക്ക് ഷൂട്ടിംഗ് ഉണ്ട്, അവർക്കെല്ലാം അങ്ങനെ ഒരു തിരക്കുള്ളത് കാരണമാണ് വരാറ്. അല്ലേ ഉറപ്പായിട്ടും വന്നില്ല. എല്ലാവരും വന്നേ. അതേപോലെ രാജേഷ് ഗോപാലിന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഉടനീളമുള്ള കഥാപാത്രമാണ്. പക്ഷെ ഒരു ഡയലോഗ് പോലും ഇല്ലെന്നതാണ് ഈ കണ്ട. അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് പ്രകൃതിയായിട്ട് പക്ഷികളെ കണ്ടുകൊണ്ടിരിക്കുക, പക്ഷികളുടെ ഈ സസ്യങ്ങളുടെ സംഗീതം, ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അല്ല അദ്ദേഹം ഒരു വാക്ക് പോലും ഈ സിനിമ സംസാരിക്കുന്നത്. മോക്ക് പോലും ഈ സിനിമയിലാണ് 2 ഡയലോഗുകൾ 3 ഡയലോഗുകൾ, അവിടെ അത്രേ ഉള്ളൂ ഡയലോഗ്. ബാക്കി മുഴുവനും നമ്മുടെ മ്യൂസിക്കിലും ഇതിലൊക്കെയാണ് പോകുന്നത്. ദിനേശ് ചേട്ടനൊക്കെ ആയാലും നല്ല, ദിനേശ് ചേട്ടനൊക്കെ രവിയായിട്ടൊക്കെ നല്ല വേഷമാണ് ചെയ്തത്. അതേപോലെ തന്നെ സുധീർ കരമനി നല്ല വേഷമാണ്, അധ്യാപകന്റെ വേഷം ചെയ്തിരുന്നത്. അപ്പൊ ഈ സുധീർ കരമനായുടെ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ് ഈ കുട്ടി വിൽക്കാൻ ചെയ്തത്.